നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊച്ചി എളമക്കരയിൽ അച്ഛനും മകളും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പെൺകുട്ടി 1 വർഷത്തോളം പീഡനത്തിനിരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണത്തിന് 1 മണിക്കൂർ മുമ്പ് പോലും പീഡനത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ജനുവരി 16-ാം തീയതിയാണ് എളമക്കരയിലെ വാടക വീട്ടിൽ അച്ഛനെയും 6 വയസ്സുള്ള മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയെ കൊലപ്പെടുത്തി അച്ഛൻ തൂങ്ങി മരിച്ചു എന്നായിരുന്നു പോലീസിന്റെ അന്നത്തെ പ്രാഥമിക വിവരം. സ്വകാര്യ ഭാഗത്ത് മുറിപ്പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് കുട്ടി 1 വർഷത്തോളം ലൈംഗിക പീഡനത്തിന് ഇരയായതെന്ന് കണ്ടെത്തിയത്. പക്ഷേ ആരാണ് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയതെന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. അമ്മയ്ക്കും ഈ പീഡന വിവരങ്ങൾ അറിയില്ല എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. നിലവിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ ഊർജിതമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള ആലിന്റെ അവയവങ്ങൾ 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവിതം നൽകുന്നു. നോവായി മാറിയ ആലിന്റെ വേർപാടിലും ആ കുടുംബമെടുത്ത മഹത്തായ തീരുമാനം കേരളത്തിന്റെ മനസ്സ് കീഴടക്കുകയാണ്. റോഡപകടത്തിൽ തലച്ചോറിലുണ്ടായ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 10 മാസം പ്രായമുള്ള ആലിന് കഴിഞ്ഞ ദിവസമാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായി അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി 10:30-ഓടെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചിരുന്നു. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കിംസ് ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കുന്നത്. വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വയസ്സുള്ള കുട്ടിക്കാണ് ദാനം ചെയ്തത്. ഈ ശസ്ത്രക്രിയയും നടന്നു. ചോറ്റാനിക്കരയിലെ പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവത്തിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടി ഫോളോ ചെയ്ത ബ്ലാക്ക് വെനം എന്ന പേരിലുള്ള അക്കൗണ്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കൊറിയൻ ചിത്രങ്ങൾ ഉൾപ്പെടെ അക്കൗണ്ടിലുണ്ട്. നേരത്തെ 30-ലേറെ പേർ പിന്തുടർന്ന പേജാണിതെന്നും പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഫോളോവേഴ്സ് എല്ലാം പോയെന്നും പോലീസ് പറയുന്നു. കൊറിയൻ സുഹൃത്ത് മരിച്ച മനോവേദനയിൽ ജീവനൊടുക്കുന്നുവെന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നത്. പാറമടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം അക്കൗണ്ടിനെ കുറിച്ച് വിശദമായ സൈബർ പരിശോധന അനിവാര്യമാണ്. സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഫോൺ കൊണ്ടുവരുമെന്നും മറ്റു വിദ്യാർത്ഥികൾ ഒരേ ഫോണിൽ ഒന്നിലേറെ അക്കൗണ്ടുകൾ തുറന്നതിന് തെളിവുണ്ടെന്നും പോലീസ് പറയുന്നു. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച ഒരു ഫോണിൽ തുറന്നത് 8 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളാണ്. ഇതിന്റെ ലോഗിൻ വിവരങ്ങളും പോലീസ് ലഭിച്ചിട്ടുണ്ട്. പന്തളം കുരമ്പാലയിൽ 8 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിരുവല്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. രാവിലെ 8 മണിയോടെയാണ് ആക്രമണസക്തനായ നായ നാട്ടിലിറങ്ങി വഴിയാത്രക്കാരെ ആക്രമിച്ചത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ 8 പേർക്ക് നായയുടെ കടിയേറ്റു. സംഭവത്തെ തുടർന്ന് കൗൺസിലർ മനോജ് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിച്ചു. ഫെബ്രുവരി 14 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേവലം പ്രണയദിനം മാത്രമല്ല, രാജ്യം കണ്ണീരോടെ സ്മരിക്കുന്ന ഒരു കറുത്ത ദിനം കൂടിയാണ്. 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച 40 CRPF ജവാന്മാരുടെ സ്മരണയ്ക്കായി രാജ്യം ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പുൽവാമ ബ്ലാക്ക് ഡേ എന്ന പേരിൽ ഓരോ വർഷവും ഫെബ്രുവരി 14 വീരജവാന്മാരെ രാജ്യം അനുസ്മരിക്കുന്നു. ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനിൽ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയെ ജെയ്ഷ് മുഹമ്മദ് ഏറ്റെടുത്തു. സംഭവത്തിന് പിന്നാലെ രാജ്യത്ത് ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ വഷളായി. അതിർത്തിയിൽ സംഘർഷാവസ്ഥ ശക്തമായി. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ശക്തമായ നയതന്ത്ര സൈനിക നടപടികൾ സ്വീകരിച്ചു. രാജ്യവ്യാപകമായി അനുസ്മരണ ചടങ്ങുകളും പ്രതിഷേധങ്ങളും നടന്നു. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബങ്ങൾക്ക് പിന്തുണയായി രാജ്യം ഒന്നായി നിന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ്